ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് 3 വെറൈറ്റി ചട്നിയുമായിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെല്ലുമ്പോൾ അവർ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നമുക്ക് ഒരു 3 കൂട്ടം ചട്നി വയ്ക്കും അല്ലേ? ആ 3 വെറൈറ്റി നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതേ രുചിയിൽ എങ്ങനെ നമുക്ക് 3 ചട്നി ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ തക്കാളി ചട്നിയാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ചേർക്കുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ചെറിയ സവാളയാണ്. ചെറിയ സവാള ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാളയുടെ ഒരു സ്വല്പം മുറിച്ചിട്ട് ചേർത്താലും മതി. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ ഉള്ളി ഒരു 6-7 എണ്ണമെങ്കിലും ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മുടെ പൊടികളുടെ മണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഞാനൊരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനുള്ള തക്കാളി യൂസ് ചെയ്യുക. അപ്പോൾ തക്കാളിയെല്ലാം നല്ലതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. അപ്പോൾ ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വയ്ക്കാം. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലൊന്ന് താളിച്ചൊഴിച്ചാൽ മതി. താളിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ 1 ടീസ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണയ്ക്കാണ് നമുക്ക് തക്കാളി ചട്നി താളിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത്. അതിനുശേഷം അതിലേക്ക് കടുക്, സ്വല്പം ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് കായമാണ്. ഇതൊന്ന് മൂത്ത് വന്നിട്ട് വേണം ഒരു സ്വല്പം കായം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ താളിക്കൽ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്കത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ ടൊമാറ്റോ ചട്നി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചട്നിയിലോട്ട് പോയാലോ? ഇനി ഉണ്ടാക്കാൻ പോകുന്നത് പുതിന ചട്നിയാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഒത്തിരി ചേർക്കണ്ട, ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പുതിന ഇലയാണ് ചേർക്കുന്നത്. ഇതുപോലെ ഞാൻ കഴുകി റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിതുപോലെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ ഇലയെല്ലാം ഒന്ന് വാടി വരും. എനിക്ക് ഈ പുതിന ചട്നിയിൽ നമ്മൾ പച്ചയില അരയ്ക്കുന്നതിൽ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഇതുപോലെ ഒന്ന് ഇല വാട്ടിയിട്ട് അരയ്ക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കാം. ആറാൻ വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടെ. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പുതിന ചട്നി റെഡിയായിരിക്കുകയാണ്. ഇപ്പം ഞാനിത് താളിക്കുന്നില്ല. ഇനി ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒന്നിച്ച് താളിച്ചെടുക്കാം. ഇനിയും ഉണ്ടാക്കാൻ പോകുന്ന ചട്നി എന്ന് പറയുന്നത് കടല ചട്നിയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ 1 കപ്പ് കടല ചേർത്ത് കൊടുക്കുക. ഇതിനെ കടല എന്ന് പറയും, ഇല്ലെങ്കിൽ കപ്പലണ്ടി എന്ന് പറയും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒന്ന് വറുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ആ കടലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മാറ്റി വയ്ക്കാം.
അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതൊന്നും മൂത്ത് വരണം. ഇപ്പം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലയില്ലേ, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതും കൂടെ ചേർത്ത് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക എണ്ണയിൽ. അതിനുശേഷം ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഒരു സ്വല്പം തേങ്ങയാണ്. ഇത് 1 പിടി തേങ്ങയുണ്ട്, അത്രയും മതിയാവും. അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് താളിക്കുകയാണ് ചെയ്യേണ്ടത്. മുമ്പത്തെ പുതിന ചട്നിക്ക് നമുക്ക് താളിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്വല്പം കടുക്, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, പിന്നെ ഒരു സ്വല്പം കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. രണ്ട് ചട്നിയിലോട്ട് നമുക്ക് ചേർക്കണമല്ലോ. അപ്പോൾ കുറച്ച് നമുക്ക് ഓരോ ചട്നിയിലും ചേർക്കാം. ഇനി അടുത്തത് ബാക്കി പുതിന ചട്നിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ താളിക്കൽ പരിപാടി ഒറ്റയടിക്ക് കഴിഞ്ഞാൽ 2 ചട്നിയിലും കൂടെ ഒന്നിച്ച് നമ്മൾ ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ചട്നികൾ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, 3 കളറിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ടൊമാറ്റോ ചട്നി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ നോർമൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കുറേ ചമ്മന്തി വേണം അല്ലേ. ഈ ചട്നികൾ നമുക്ക് ഒത്തിരി കൂട്ടാൻ പറ്റില്ല. ഇതുപോലെ നമ്മൾ മുക്കി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. താങ്ക് യു. ബൈ.